DC കോമിക്സിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്. ക്ലേ ഫേസ് എന്നാണ് സിനിമയുടെ പേര്. ഒരു ഹൊറർ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. ഒരു വേറൊരു വൈബി വരുന്നതാണ്. ഇതിന്റെ ടീസറോ ഗ്ലിംസോ കണ്ട് ഇതിന് മുമ്പ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ടീസറായിരുന്നു. അതെനിക്ക് നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്. സോ ഹോപ്പ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം DC-യുടെ യൂണിവേഴ്സ് ഒക്കെ ഇപ്പൊ റീബൂട്ട് ചെയ്ത് നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ ഒരു സംഭവം വന്നാക്കുവാണ്. അത് പ്രീവിയസ് DC-നെ വെച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഡാർക്ക് വേൾഡ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. നമ്മളെ സൂപ്പർമാൻസ്, ബാറ്റ്മാനും അതൊക്കെ. ഇപ്പൊ ഒരു കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു മാർവൽ ടൈപ്പ് സാധനമാണ് വന്നിരിക്കുന്നത്. എനിക്ക് പണ്ടത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു DC-യുടെ. ആക്ച്വലി അങ്ങനത്തെ DC പടങ്ങളാണ് എനിക്ക് താല്പര്യം. സോ ക്ലേ ഫേസ് ഒരു ഡാർക്ക് വേൾഡ് ഒരു ടൈപ്പ് ചെയ്ത സിനിമയാണ്. സോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമുക്ക് അതിൽ ട്രെയിലർ കണ്ടു നോക്കാം. 2 മിനിറ്റും 26 സെക്കൻഡാണ് ട്രെയിലർ ഡ്യൂറേഷൻ. ഓക്കെ കാണിച്ചോ നിന്റെ മുഖം. ഫുൾ മൊത്തം ആസിഡ് എന്തോ വീഡിയോ അങ്ങനെ കണ്ടല്ലോ. DC സ്റ്റുഡിയോസ്. ഇതൊരു സൂപ്പർ ഹീറോ ആണോ ക്ലേ ഫേസ്? എനിക്ക് കറക്റ്റ് ഓർമ്മ. ഞാൻ DC കോമിക്സ് അങ്ങനെ വായിച്ചിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി മാത്രമേ വലിയ പിടിയുള്ളൂ. മോഡലായിരുന്നു. ഓക്കെ. I know you. You're famous. It's a tragedy what they did to him. അല്ലല്ല, സോറി, ആസിഡ് വീണല്ല. ഓക്കെ. ഞാൻ ടീസർ മറന്നത്. അതായത് കുറെ ബഞ്ച് ഓഫ് ആൾക്കാർ ഇവനെ ആക്രമിക്കുന്നു. ഓക്കെ, എന്തോ കേസിൽ എന്താ നമുക്കറിയില്ല. This isn't cosmetic surgery. Even if he kills me, I'll be better off than I am now. Okay. Face entering change. Okay. I feel great, actually. I have no idea what side effects you'll have or how to treat them. Okay. Sir, the seatbelt sign is on. We're in unknown territory. Oh my God. ഒക്ടോബർ. അതായത് ഇവൻ്റെ സർജറി ചെയ്യുന്ന സൈഡ് എഫക്റ്റ്, ആ സർജറി യൂസ് ചെയ്ത കെമിക്കൽസ് എന്തെങ്കിലും ആയിരിക്കും. അതിനെ തുടർന്നുള്ള സൈഡ് എഫക്റ്റിൽ ഒരു വേറെ മിക്കറൊരു സൂപ്പർ ഹീറോ ടൈപ്പ് തന്നെയാണ് തോന്നുന്നത്. ഒരു വില്ലനിസ്റ്റ് സൂപ്പർ ഹീറോ. Feelings of anger. You need to let them go. You want to know how I feel? The people I trusted betrayed me. The justice system failed me. They stole my career, my money, my life. I'm a monster. I have no idea who you are. ഒക്ടോബർ 23. ഓക്കെ, നൈസ്. ഇത് യൂണിവേഴ്സൽ DC ആൻഡ് വാർണർ ബ്രോസ്. ഓക്കെ, ട്രെയിലർ കൊള്ളാം. ഞാനത് യൂണിവേഴ്സലാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. DC ആൻഡ് വാർണർ ബ്രോസ് ആണ്. ട്രെയിലർ കൊള്ളാം. പക്ഷേ ഇത് പ്രശ്നം എന്താ പറയുക, ഇവന്മാർ ഈ DC-യുടെ പകുതി DC സോണിയൊക്കെ ട്രെയിലർ റിലീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഈ കംപ്ലീറ്റ് എൻ്റെ സ്റ്റോറി ഇവന്മാർ റിവീൽ ചെയ്യും. ഇതിപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അതായത് ഇവൻ റിവെഞ്ച് എടുക്കാൻ പോകുന്നു, ഇവനെ കുറേ അവന്മാർ ആക്രമിക്കുന്നു. മറ്റേ ഇവൻ്റെ ഫീൽഡിൽ തന്നെ ഉള്ളവരാണ് അവന്മാർ ത്രൂ വന്നു എന്തോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ എങ്ങാണ്ട് ഇത് ചെയ്യാൻ വേണ്ടി, വോളണ്ടറി ചെയ്യാൻ വേണ്ടി എങ്ങാണ്ട് ഇവനെ സമീപിക്കുന്ന പറ്റത്തില്ലെന്ന് പറയുന്നു. ആക്രമിക്കുന്നു, ഇവൻ്റെ ഫേസ് ഇതാവുന്നു. അണ്ട് ഇവനൊരു അതിനുവേണ്ടി ലോ ആൻഡ് കോർട്ടിലൊക്കെ പോകുന്നു. ഇവന് നീതി ലഭിക്കുന്നില്ല. എന്നിട്ട് ഇവൻ ഒരു ഡോക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ എന്തോ ഒരു അലൗഡ് അല്ലാത്ത അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തായാലും ഒരു കെമിക്കൽ സാധനം എന്തായാലും യൂസ് ചെയ്ത് സർജറി ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു. ഇവൻ റിവെഞ്ച് എടുക്കാൻ പോകുന്നു. അതിന് കൂടുതൽ ഇവന് ആ സർജറിയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇവന് കിട്ടുന്നത് സൂപ്പർ പവർ പോലെ, അതായത് ക്ലേ ഫേസ് അങ്ങനത്തെ സാധനം കിട്ടുന്നത്. ഇതാണ് കഥ. നമുക്ക് കഥ മൊത്തം മനസ്സിലായി. ഇതിൽ കൂടുതൽ ഇനിയും ഇതിൻ്റെ ഒരു മൂഡും ഒരു ഡാർക്ക് മൂഡാണ്, ഡാർക്ക് വേൾഡ് ടൈപ്പാണ് വരുന്നത്. ഇത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി. ഇനി ഇതിനകത്ത് ഇതിനുപരി എന്തെങ്കിലും സിനിമയ്ക്കകത്ത് വേണം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആകത്തുള്ളൂ. ഇതാണ് ഇവന്മാർ ട്രെയിലറിന്റെ കുഴപ്പം. പടമൊക്കെ ചിലപ്പോൾ നൈസായിരിക്കും. ഈ ട്രെയിലറിൽ ഫുള്ള് കഥ റിവീൽ ചെയ്ത് അതിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഒന്നുമില്ല. മെയിൻ സ്റ്റോറി പ്ലോട്ട് നമുക്ക് മനസ്സിലായി.
സോ ഏതായാലും ഒക്ടോബറിലാണ് സിനിമ റിലീസ് ആകാൻ പോകുന്നത്. ട്രെയിലറിനുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.